2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കേരള കോൺഗ്രസ് എമ്മിന്, അതായത് ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള പാർട്ടിക്ക് 5 MLA-മാരെയാണ് ലഭിച്ചത്. ജോസ് കെ മാണി വ്യക്തിപരമായി പാലായിൽ പരാജയപ്പെട്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് 5 MLA-മാരുണ്ടെന്നും ഒരു ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം കിട്ടി എന്നും പറഞ്ഞ് വലിയ രീതിയിൽ അവർ നെടുവീർപ്പ് കൊണ്ടു. എന്നാൽ ഇപ്പോഴിതാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പേ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് 1 കൊല്ലം ബാക്കി നിൽക്കെ വലിയ ഞെട്ടലുളവാക്കിയിരിക്കുകയാണ് പാർട്ടിക്കുള്ളിൽ. പാർട്ടിയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റികളിൽ നിന്നും സ്ഥിരം വിട്ടുനിൽക്കുന്ന, പാർട്ടിയുമായി യാതൊരു രീതിയിലും സഹകരണം തുടരാൻ താല്പര്യമില്ലാത്ത 2 MLA-മാർ, അതിലൊന്ന് ചങ്ങനാശ്ശേരി MLA ആയ ജോബ് മൈക്കിളും മറ്റൊന്ന് പൂഞ്ഞാർ MLA ആയ സെബാസ്റ്റ്യൻ കുളത്തിങ്കലുമാണ്. ഇരുവരും കേരള കോൺഗ്രസ് മാണി വിഭാഗം വിട്ട് സ്വതന്ത്രരായി പുറത്തു വന്നിരിക്കുന്നു. അതായത് ഇവർ രണ്ടുപേരും മാണി കോൺഗ്രസുമായി ഇനി ഒരിക്കലും സഹകരിക്കില്ല എന്ന് ജനങ്ങളെ സാക്ഷി നിർത്തി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ വ്യക്തമാകുന്നു. ഇരുവരും UDF പാളയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, കേരള കോൺഗ്രസ് എമ്മിൻ്റെ രാഷ്ട്രീയ ചരിത്രം നോക്കിയാൽ UDFിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് സർവത്ര നേട്ടവും KM മാണിയും അദ്ദേഹത്തിൻ്റെ മകനായ ജോസ് കെ മാണിയും നേടിയെടുത്തു. ഒട്ടും ജനകീയനല്ലാഞ്ഞിട്ട് പോലും ജോസ് കെ മാണി 2 തവണയാണ് കോട്ടയം നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് ജയിച്ച് MP ആയത്. ഒന്ന് 2009-ലും മറ്റൊന്ന് 2014-ലും. 2009-ൽ ജനകീയനായ സുരേഷ് കുറുമ്പിനെ 75,000 വോട്ടുകൾക്കാണ് ജോസ് കെ മാണി പരാജയപ്പെടുത്തിയത്. അത് അത്ഭുതകരമായിരുന്നു. 2014-ൽ മറ്റൊരു ജനകീയനായ മാത്യു ടി തോമസിനെയാണ് ജോസ് കെ മാണി 1.25 ലക്ഷം വോട്ടിന് പരാജയപ്പെടുത്തിയത്. എന്നാൽ ഇത്തവണ കോട്ടയം പാർലമെൻറ്റ് കേരള കോൺഗ്രസ് എമ്മിന് കൈമോശം വന്നു. ജോസഫ് വിഭാഗത്തിലെ നേതാവായ ഫ്രാൻസിസ് ജോർജ് 90,000 വോട്ടുകൾക്കാണ് മാണി കോൺഗ്രസിൻ്റെ നേതാവായ തോമസ് ചാഴിക്കാടനെ തറപറ്റിച്ചത്. അതോടുകൂടിയാണ് ഇരു നേതാക്കളും അതിശക്തമായ തീരുമാനമെടുക്കാൻ തുനിഞ്ഞത്. ഇരുവരും ജോസഫ് വിഭാഗത്തിലേക്ക് ഔദ്യോഗികമായി ചേർന്നിട്ടില്ലെങ്കിലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജോസഫ് ഗ്രൂപ്പുമായി ചേർന്ന് അവരിലെ MLA ആകാനാണ് ആഗ്രഹിക്കുന്നത്. അതോടുകൂടി ചങ്ങനാശ്ശേരിയും അതുപോലെ പൂഞ്ഞാറും ജോസഫ് ഗ്രൂപ്പിന് ആധിപത്യം നേടുന്ന സ്ഥലങ്ങളാകുമ്പോൾ കോട്ടയം ജില്ലയിൽ ജോസഫ് ഗ്രൂപ്പിന് മൃഗീയ ആധിപത്യം ഉണ്ടാകും എന്നുള്ളതിന് സംശയമില്ല. ഇത്തവണത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പോലും പാലാ നഗരസഭയിൽ CPIM-ന് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ അത്ര വിശ്വാസമില്ലാത്ത കൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥികളെ മാറ്റണം എന്ന ആവശ്യം അതിരൂക്ഷമായി ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. പാർട്ടിയിൽ മുന്നണി സംവിധാനത്തിൽ വലിയ രീതിയിലുള്ള വിള്ളലാണ് ജോസ് കെ മാണിയും LDF-ഉം തമ്മിൽ ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, ജോസ് കെ മാണിക്ക് ഇനി 1 തവണ കൂടി രാജ്യസഭാ സീറ്റ് കൊടുക്കാൻ കഴിയില്ല എന്ന് LDF ഐക്യകണ്ഠേന പറഞ്ഞിരിക്കുന്നു. അതോടുകൂടിയാണ് ജോസ് കെ മാണി BJP-യിലേക്ക് പോകുന്നതിനെ പറ്റിയുള്ള സൂചനയിട്ടത്. എന്നാൽ BJP-യിലും കാര്യമായ നേട്ടമൊന്നും കിട്ടില്ല. മാത്രമല്ല, പാർട്ടിയെ BJP-യിൽ ലയിപ്പിക്കുക എന്ന ആവശ്യം അവർ ഉന്നയിച്ചതോടുകൂടി ജോസ് കെ മാണി ആകെ നാണം കെട്ട അവസ്ഥയിലാണ്. ഏതായാലും ജോബ് മൈക്കിളും അതുപോലെ തന്നെ സെബാസ്റ്റ്യൻ കുളത്തിങ്കലും എടുത്ത ആ ഒരു തീരുമാനത്തെ കൈയടിക്കുകയാണ് കേരളത്തിലെ UDF പ്രവർത്തകർ.